ഓക്കെ, ഇപ്പോൾ സാറ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേര് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേ ആർട്ടിസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് സർക്കിൾ എപ്പോഴും ആ ഒരു സർക്കിളിനെ റിപ്പീറ്റ് ചെയ്യാനും അവരെ അതിൽ പെർഫോമൻസ് എടുക്കാനും, അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂ കമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ് അതിൽ, അല്ലെങ്കിൽ ഹൗ ഡു അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആളുകളുമായിട്ടുള്ള ബന്ധത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംഫർട്ടബിൾ ആയില്ലെങ്കിൽ പിന്നെ ബാക്കി കൂടെ എത്ര വലിയ ലെജൻസ് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, എൻ്റെ കൂടെ എത്ര നല്ല ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാസ്റ്റിങ്ങിലോ അത് ക്രൂവിനെ സെലക്ട് ചെയ്യുമ്പോഴും ഞാൻ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുമ്പോഴും ഞാനുമായിട്ടുള്ള ഒരു വേവ് ലെങ്ത്ത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നും നോക്കും. ഇപ്പോൾ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തുമ്പോഴും ഞാൻ ആദ്യം ശ്രദ്ധിക്കുക, എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളെ ഞാൻ മനസ്സിൽ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും ഓഡിഷൻ നടത്തുന്നത്. അതിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് പോലും നമ്മളുടെ ഗ്രൗണ്ടിൽ അയാൾക്ക് കൊടുക്കുന്ന ഫ്രീഡം, അയാൾക്ക് കൊടുക്കുന്ന ഒരു കംഫർട്ട് സോണാണ്. ഒരു ഭയങ്കര ബലം പിടിച്ച് ചീത്തവിളിയും ബഹളമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടർക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടില്ല. ഞാൻ ചീത്ത വിളിക്കാറുണ്ട്, ഞാൻ അടിക്കാൻ പോകാറുണ്ട്, ചിലപ്പോൾ അടി കൊടുക്കാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്ന ലെവലിൽ അവർക്ക് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ അവരായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ആർട്ടിസ്റ്റുകളും എൻ്റെ ടെക്നീഷ്യൻസും അവരുടെ ബെസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാരണം അതാണ്. ഇപ്പോൾ സാറിൻ്റെ ഈ പടത്തിൻ്റെ ട്രെയിലർ ഞാൻ ആദ്യം കണ്ടപ്പോൾ അപ്പോൾ അതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം, എനിക്കൊന്ന് സുരാജ് വെഞ്ഞാറമൂടാണ് ത്രൂ ഔട്ട് നറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ലാൽ ജോസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ സുരാജ് ഏട്ടൻ ആണോ അത് സുരാജ് തന്നെയാണ്, അത് രതീഷിൻ്റെയും സുരാജിൻ്റെയും വികൃതിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശം വെച്ചാൽ ഈ ഇപ്പോൾ ഡയറക്ടേഴ്സിൽ എനിക്കൊന്ന് സാറിൻ്റെ സൗണ്ട് മാത്രമേ എല്ലാവരും മിമിക് ചെയ്യുന്നുണ്ടാവുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സംഭവം പണ്ടേ സാർ ഇപ്പോൾ ഫേമസ് ആവുന്നതിന് മുമ്പേ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ സാറിൻ്റെ സൗണ്ട് പെക്യുലർ ആയിട്ട് മിമിക് ചെയ്ത് സെറ്റിൽ ഞാൻ അറിയാണ്ട് മുമ്പും ആൾക്കാർ എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടക്കം കലാഭവൻ മണിയാണ്. മണി പണ്ട് ഞങ്ങളൊരു വിദേശ യാത്ര പോയപ്പോൾ ആ യാത്രയിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും അവരുടെ റൂമിലേക്ക് എൻ്റെ ശബ്ദത്തിൽ വിളിച്ചിട്ട് ഇറങ്ങാറായി വേഗം ഇറങ്ങുന്നതുകൊണ്ട് നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ച് താഴോട്ട് ഇറക്കുമായിരുന്നു. പിന്നെയാണ് അത് മണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവണം. മണിയാണ് ആദ്യമായിട്ട് തന്നെ ഇമിറ്റേറ്റ് ചെയ്തത്. പക്ഷെ ഇങ്ങനൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടല്ല, ഏതാണ്ട് ഇതുപോലെ തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു. പിന്നീട് രസികൻ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ അതിലായിരുന്നു ശരിക്കും റിലീസ് ചെയ്യുന്ന സുരാജിൻ്റെ ആദ്യത്തെ സിനിമ രസികനായിരുന്നു. ചെറിയൊരു റോള് സുരാജ് ചെയ്തിരുന്നു, ഒരു ബീഡി തീർപ്പുകാരൻ്റെ റോള്. അപ്പം സുരാജാണ് സെറ്റിൽ, ആ സെറ്റിൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൈക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൈക്കിൽ എൻ്റെ അസിസ്റ്റൻസിനെ വിളിക്കും എൻ്റെ ശബ്ദത്തിൽ. അത് അങ്ങനെയാണ് എല്ലാവരും നോട്ടീസ് ചെയ്യുന്നത്, എൻ്റെ ശബ്ദത്തിന് ഇത്രയൊരു വൈകൃതം ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ശബ്ദം നല്ല പുരുഷ ശബ്ദമാണെന്നും നല്ല ബേസുള്ള മനോഹരമായ ശബ്ദമാണെന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, ഇതൊരു ലോക ഭാഷയുള്ള ശബ്ദമാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം സുരാജ് സംസാരിക്കുമ്പോൾ കറക്റ്റ് ഞാൻ സംസാരിക്കുന്ന പോലെ എൻ്റെ സെറ്റിലെ ആൾക്കാർ പറയുമ്പോൾ അവരൊക്കെ കഴുത്തേക്ക് കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. പിന്നീട് അത് സ്റ്റേജിൽ എവിടെയോ ഏതൊരു വിദേശത്ത് ഒരു സ്റ്റേജ് ഷോയ്ക്ക് സുരാജ് അയാളുടെ പതിവ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്ര ഒന്നും ക്ലിക്ക് ആവാണ്ട് നിന്നപ്പോൾ സുരാജ് പറഞ്ഞു, ഞാൻ ഇനി ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാം, പേര് പറയില്ല, നിങ്ങൾക്ക് ആളെ മനസ്സിലായാൽ എൻ്റെ ഇത് വിജയിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് സുരാജ് എൻ്റെ ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ക്രൗഡ് മുഴുവൻ കൈയടിച്ചു ലാൽ ജോസ് എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ആ ഫെമിലിയാരിറ്റി ഉണ്ടാക്കിയത് തന്നത് ടി വിയാണ്. ഞാൻ അല്ലാണ്ട് അവരാരും എൻ്റെ ശബ്ദം കേൾക്കാൻ സാഹചര്യമില്ല. ടി വിയിൽ വരുന്ന ഇത്തരം ഇൻ്റർവ്യൂസ്, പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ആങ്കർ ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാംസ്, അങ്ങനെ എൻ്റെ ശബ്ദം ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യം, ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അല്ലാത്തൊരാളുടെ ശബ്ദമോ മറ്റൊരു കാര്യമോ ആരും നോട്ടീസ് ചെയ്യില്ല. എത്ര തവണ നമ്മൾ ടി വിയിൽ തന്നെ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അവരെൻ്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുവഴി ലാൽ ജോസ് എന്ന് പറഞ്ഞ വ്യക്തിയോടും അവർക്കൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവ്. ഓക്കെ, എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു, രണ്ടുപേരും റിട്ടയർ ചെയ്തു. പിന്നെ എൻ്റെ അനിയത്തിയുടെ മക്കളും,
അനിയത്തിയുടെ ഹസ്ബൻഡ് ദുബായിലാണ്, ഇഗ്നേഷ്യസ് എന്നാണ് പേര്. അനിയത്തിയുടെ പേര് ലിജു എന്നാണ്. 2 മക്കള് ജോജുവും ശാന്തും. അവർ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവരാണുള്ളത്. ഞാൻ തൊട്ടപ്പുറത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺകുട്ടികളും. ഭാര്യ ലീന, അവള് പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. മകള് കാതറിൻ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നു. കാതറിൻ 9th സ്റ്റാൻഡേർഡ്. അപ്പോൾ സാറിന് ലവ് മാരേജ് ആയിരുന്നു? അല്ല. എൻ്റെ വീട്ടുകാർ തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് ഒറ്റപ്പാലത്ത് തന്നെയുള്ള കുട്ടിയാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ നേരത്തെ അടുപ്പവും പരിചയമൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു അപകടത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ സാറിന് ഇതുവരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല? ഒരു ഇഷ്ടം, സ്നേഹം, പ്രേമം എനിക്ക് ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്. പല ഘടകങ്ങളുള്ള ആളുകളോടൊക്കെ അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ പലരും അത് അറിഞ്ഞിട്ടില്ല. ചില അറിഞ്ഞ ആളുകൾ ആ ഘട്ടങ്ങളിൽ അറിയാത്ത പോലെ ഭാവിച്ചു. അത്രയും സുന്ദരനായിരുന്നു ഞാൻ. അതുകൊണ്ട് അറിഞ്ഞ ആൾക്കാർ പോലും അറിയാത്ത ഭാവത്തിൽ പോയി. ഞാൻ സാറിന്റെ പഴയ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. സാർ ക്ലീൻ ഷേവ് ഒക്കെ ആയിട്ട് കുറച്ച് നല്ല മുടിയൊക്കെ വെച്ചിട്ട് സാർ നല്ല സുന്ദരനായിരുന്നു, വെറുതെ പറയാണ്. അത് നിങ്ങൾ നേരിട്ടന്ന് കാണാത്തതുകൊണ്ടാണ്. അന്ന് ഞാൻ ഫോട്ടോയിൽ ഇത്തിരി നന്നായിരുന്നു. ഓക്കെ. ഇപ്പോൾ നെക്സ്റ്റ് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വൈഫ്, ഒരു ഫിലിം മേക്കറിൻ്റെ വൈഫ് ആവുന്നതിൽ, അപ്പോൾ സാറിൻ്റെ വൈഫായിട്ട് ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് ഹെർ, അല്ലെങ്കിൽ എങ്ങനെ അത് ആയിട്ട് കോപ്പപ്പ് ചെയ്യണം? ഇസ് ഇറ്റ് ഡിഫിക്കൽട്ട്? വളരെ ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും അവർക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല. എൻ്റെ വൈഫ് പ്രത്യേകിച്ചും ഒരു അധ്യാപികയാണ്. അവൾ ആഗ്രഹിച്ചിരുന്നത് ദിവസവും വൈകുന്നേരം വീട്ടിൽ വരുന്ന ഒരു ഹസ്ബൻഡിനെ ആയിരുന്നു. ഒന്നുകിൽ വല്ല സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ തന്നെ വൈകുന്നേരം കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, വീട്ടിൽ അത്യാവശ്യം ഭാര്യയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുന്ന, അങ്ങനെ ഒരാളെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. എൻ്റെ ആദ്യകാലത്ത് അവൾക്ക് സ്ഥിരമായിട്ട് പകലും രാത്രിയൊക്കെ വീട്ടിലുള്ളൊരു ഭർത്താവിനെയാണ് കിട്ടിയത്. കാരണം എനിക്ക് വേറെ പണിയില്ലായിരുന്നു. അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകും. പക്ഷെ അതും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തുടർച്ചയായിട്ട് വർക്കുകൾ, വർഷത്തിൽ 5 സിനിമയൊക്കെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ വീട്ടിലെപ്പോഴും ഞാനൊരു വിരുന്നുകാരനായിട്ടാണ് ഉണ്ടായത്. അവര് തരും. പിന്നെ സിനിമ സംവിധായകനായപ്പോഴും വർഷത്തിലൊരു സിനിമ ചെയ്യുകയാണെങ്കിലും അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള ടൂറുകൾ, പിന്നെ എൻ്റെ യാത്ര കമ്പം. അപ്പോൾ ഞാനിങ്ങനെ ഫുൾ യാത്രകളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പട്ടം ഇങ്ങനെ പറപ്പിച്ച് വിട്ടിട്ട് അറ്റത്ത് കയറ് പിടിച്ചിരിക്കുന്ന ഒരാളായിട്ട് ആണ് ഭാര്യ. അപ്പം ഈ പട്ടം വളരെ സേഫായിട്ട് പറക്കുന്നതിൻ്റെ ഒരു കാര്യം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആളെ ചരട് പിടിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സങ്കടങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള പരാതികളുണ്ട്. പക്ഷേ ഇപ്പോൾ 21 വർഷമായിട്ട് അതങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ എളുപ്പമല്ല ഒരു സംവിധായകൻ്റെ, എന്നെപ്പോലെ ഒരാളുടെ, സംവിധായകൻ്റെ തന്നെ എന്നെപ്പോലെ ഒരാളുടെ ഭാര്യയായിട്ടിരിക്കൽ അത്ര എളുപ്പമല്ല. ഈ കുറച്ച് ക്വിക്ക് ക്വസ്റ്റ്യൻസ് സാർ എന്തായാലും അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഫിലിം ആയിരിക്കും. എനിക്കറിയാം കുറേ പേരുണ്ടാവും മനസ്സിൽ, ബട്ട് സ്റ്റിൽ ഇപ്പം ഞാൻ ചോദിക്കുന്ന മൊമെന്റിൽ വരുന്ന ഒരു പേര്. ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള എനിക്ക് മലയാളത്തിൽ എനിക്ക് തന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമ യവനിക, കെ.ജി. ജോൺസൺ. അതിനുശേഷം ഇപ്പോൾ സാറിന് ബോളിവുഡ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്കിലേക്ക് നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല ആർട്ടിസ്റ്റുകൾ കിട്ടുകയാണ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ സാർ ഭാഷ മറികടന്ന് പോകും? ഞാൻ അങ്ങനെ ഒരു അവസരം കിട്ടി ഞാൻ അതിന് വേണ്ടാതെ വയ്ക്കണം. എനിക്ക് എൻ്റെ സമയവും എൻ്റെ കണ്ടീഷൻസും ഒക്കെ ആയിട്ട് ചോദിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും. ഓക്കെ. സാറിൻ്റെ ഫസ്റ്റ് ഫിലിം മറവത്തൂർക്കനു, ലാസ്റ്റ് ഫിലിം പുള്ളിപ്പുലികൾ നാട്ടിൻകുട്ടി. അപ്പോൾ ആ സമയത്തുള്ള ലാൽ ജോസിനുള്ള ഡയറക്ടർ, ഈ ഇപ്പോഴത്തെ ലാൽ ജോസിനുള്ള ഡയറക്ടർ, 10 സ്കെയില് സാറിന് മാർക്കിടാൻ പറഞ്ഞാൽ എത്ര ഇടും? ഫസ്റ്റിലും ഇപ്പോഴും എൻ്റെ മാർക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റും ലാസ്റ്റും ഒരേ മാർക്കായിരിക്കും. കാരണം ഞാൻ അന്ന് സിനിമയെ സമീപിച്ച അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി, അതേ പാഷനോടുകൂടി, അതേ ഭയത്തോടു കൂടിയിട്ടാണ് ഇപ്പോഴും ഞാൻ സിനിമയെ സമീപിക്കുന്നത്. ഓരോ സിനിമയും എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയൊരു സിനിമ ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ സിനിമയുടെ റിലീസോട് കൂടിയിട്ട് ഞാൻ മരിച്ചു എന്നൊക്കെ വരെ വിചാരിച്ചിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം അതിലേക്ക് എൻ്റേതായിട്ടുള്ള ഇൻപുട്സ് എല്ലാം ഇട്ട് എനിക്ക് അറിയുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചിട്ടാണ് ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുന്നതും ഒരു സിനിമ നിർമ്മിക്കുന്നതും സംവിധാനം ചെയ്യുന്നതും. ഓക്കെ. ഒരു പുതിയ ഒരു ന്യൂ കമർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ, ഹി വാണ്ട്സ് ടു ബിക്കം എ ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടർ, അങ്ങനത്തെ ഒരു അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെടുത്ത് ഒരു മാസ്റ്റർ അഡ്വൈസ് സാറിന് എന്തായിരിക്കും? വളരെ സൂക്ഷിച്ചിട്ടേ വരാവുള്ളൂ. 2 തരം ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഒന്ന് മേലും കീഴും നോക്കാനില്ലാത്ത ആൾക്കാർ. ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് മീതാകാശം താഴെ ഭൂമിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ നേടിയാലും എനിക്ക് കുഴപ്പമില്ല, നേടിയില്ലെങ്കിലും എനിക്ക് പരാതിയില്ല. എനിക്കിത് ഇഷ്ടമാണ്.
എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. എനിക്ക് സിനിമയിലൊരു സംവിധായകനായിട്ട് തന്നെ നിൽക്കണമെന്നൊരു വാശിയില്ലായിരുന്നു. വന്നു, ആ മേഖലയിലാണ് ആദ്യം പ്രവർത്തിച്ചത്. അവിടെ തുടരാൻ കാരണം എൻ്റെ സ്വഭാവവുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ്. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, പുതിയ ലൊക്കേഷനുകൾ, പുതിയ കഥകൾ, ആ താല്പര്യമാണ് എന്നെ ഇവിടെ നിലനിർത്തിയത്. പിന്നെ എനിക്കങ്ങനെ ഒരു വ്യക്തമായ ലക്ഷ്യമുള്ള ഒരാളൊന്നായിരുന്നില്ല. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ലാഭം. മദ്രാസിലേക്ക് വണ്ടി കയറിയത് ഒറ്റപ്പാലത്തുനിന്ന് 4 പെയർ ഡ്രസ്സും 3 പെയർ ഡ്രസ്സും 4 കുപ്പി അച്ചാറുമായിട്ടാണ്. അതുകൊണ്ടിപ്പോൾ കിട്ടിയതെല്ലാം ലാഭമാണ്. ഇരിക്കുന്ന ഞാനും എൻ്റെ ഈ ശരീരവും എൻ്റെ പേര് അടക്കം എല്ലാം സിനിമ നന്നാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും ഒക്കെയാണ്. അതല്ലെങ്കിൽ വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവണം. ഞാൻ ആരാണ്, എൻ്റെ ടാലൻ്റ് എന്താണ്, എനിക്ക് ഏത് മേഖലയാണ് കറക്റ്റായിട്ടുള്ളത്, എൻ്റെ ആഗ്രഹങ്ങളിൽ അത്യാഗ്രഹം വല്ലതും ഉണ്ടോ, എന്താണ് റിയാലിറ്റി, അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ വരാൻ പാടുള്ളൂ. കാരണം ലൈഫ് റിസ്ക് ചെയ്ത് കളിക്കുന്ന ആളുകൾക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. നിങ്ങൾ റിസ്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഹോൾ ഫ്യൂച്ചറാണ്, നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ സിനിമ ഭക്ഷണത്തിന് പറഞ്ഞ സിനിമ പോയ്സൺ എന്നാണ്. ഇതൊരു തവണ കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ മേഖല വിട്ട് പോകാൻ പറ്റില്ല. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങുന്ന കാലത്ത് ഒരു 5000-ഓളം അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അതിൽ നിന്നൊരു 50 പേരാണ് അസോസിയേറ്റ് ഡയറക്ടറെങ്കിലും ആവുക. അതിൽ നിന്നൊരു 5 പേരാണ് ഡയറക്ടേഴ്സായിട്ട് നിലനിൽക്കുക. അപ്പോൾ ഈ 5000-ൽ നിന്ന് 5-ലേക്കുള്ള ദൂരമുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ കണ്ട് അയാളെ മാത്രം ലക്ഷ്യമിട്ട് വരുമ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു 500 പേരെങ്കിലും അവിടെ മണ്ണായി പോയിട്ടുണ്ട്, ഒന്നും ആകാതെ പോയിട്ടുണ്ട്. അപ്പം അത്രയും പേരുടെ പേര് ചവിട്ടി അരഞ്ഞു പോയ ഒരു മണ്ണിലാണ് ഒരു ലാൽ ജോസ് വിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സംവിധായകൻ വിടർന്നു നിൽക്കുന്നത്. അപ്പോൾ ആ ആൾക്കാരെ മറക്കാൻ പാടില്ല. ആ ആളുകളെയും കൂടി ഓർക്കണം ഈ മേഖലയിലേക്ക് വരുമ്പോൾ. രക്ഷപ്പെട്ടവരുടെ മാത്രം കഥയല്ല സിനിമ, പരാജിതരുടെയും കഥയാണ്. അപ്പോൾ ലൈഫ് ബെറ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റുള്ളത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. പരാതി പിന്നീട് പറഞ്ഞ് എനിക്ക് ആളുകളെ സോപ്പിടാൻ അറിയില്ല, എനിക്ക് ആളുകളെ മയക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് വെട്ടിപ്പിടിക്കാൻ അറിയില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ട് മാറിയിരിക്കുന്ന ഒരു ഗതികേട് ഉണ്ടാവരുത്. നിങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തനാവാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യാൻ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ മാത്രമേ ഇവിടേക്ക് വരാൻ പറ്റില്ല. ഇതൊരു യുദ്ധഭൂമിയാണ്. സോ ദാറ്റ് വാസ് ദി മാസ്റ്റർ അഡ്വൈസ്. അപ്പോൾ ഇപ്പോൾ ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്താണ് സാറിൻ്റെ? ഇപ്പോൾ ഉടനെ ചെയ്യാൻ പോകുന്നത് 7 സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ദിലീപാണ് നായകൻ. ഒരു നായിക റിമ കല്ലെങ്കിലാണ്, മറ്റൊരാളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെക്യുലിയർ ടൈറ്റിലിനെ പറ്റി എന്തെങ്കിലും പറയാം? 7 സുന്ദര രാത്രികൾ ഒരു ആഡ് ഫിലിം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ കഥയാണ്. ക്രോണിക് ബാച്ചിലറാണ്. അയാളുടെ കൂട്ടുകാരെല്ലാവരും കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. ഇയാളെന്തോ കാരണം കൊണ്ട് വിവാഹം കഴിച്ചില്ല. ഒരു ലേറ്റ് 30s ഒരാളാണ്. അയാളുടെ ജീവിതത്തിലേക്ക് ഒരു യങ് മോഡൽ വരുന്നു. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹം നടക്കുന്നതിന് മുൻപുള്ള 7 രാത്രികളിലാണ് ഈ കഥ നടക്കുന്നത്. അതുകൊണ്ടാണ് 7 സുന്ദര രാത്രികൾ. Anyways, sir, thank you for spending some time with us. All the best for your future.